ഗസയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ട ആയിരക്കണക്കിന് തീർത്ഥാടകരെ തടഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. റഫ അതിർത്തിയിലാണ് ഇസ്രായേൽ സൈനികർ ഫലസ്തീൻ തീർത്ഥാടകരെ തടഞ്ഞത്. ഗസയിലെ ഔക്കാഫ് മതകാര്യ മന്ത്രാലയമാണ് പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കാൻ ഏതാനും ആഴ്ചകൾ ബാക്കി നിൽക്കെയാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടി. ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന ഫലസ്തീൻ പ്രദേശമാണ് റഫ. ഫലസ്തീനിൽ നിന്ന് പുറം ലോകത്തേക്കുള്ള ഏക മാർഗം കൂടിയാണിത്. കഴിഞ്ഞ മെയ് 7 മുതൽ ഈ അതിർത്തി പ്രദേശം ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ്. ഹജ്ജിന് പുറപ്പെട്ട ആയിരക്കണക്കിനു ഗസക്കാരെ തടഞ്ഞത് ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെയും രാജ്യാന്തര മാനുഷിക നിയമങ്ങളുടെയും ലംഘനമാണെന്ന് മന്ത്രാലയം കുറ്റപ്പെടുത്തി. ഗസക്കാർക്കും ഗസയിലെ ആരാധനാലയങ്ങൾക്കുമെതിരെ അധിനിവേശ സേന നടത്തുന്ന കുറ്റകൃത്യ പരമ്പരകളുടെ കൂട്ടത്തിൽ പുതിയതാണിതെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രാലയം സൗദി അറേബ്യ, ഈജിപ്ത് ഭരണകൂടങ്ങളോട് വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ ഹജ്ജ് നിർവഹിക്കാൻ ഗസക്കാരെ അനുവദിക്കാൻ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇരു രാജ്യങ്ങളോടും മന്ത്രാലയം ആവശ്യപ്പെട്ടു. മെയ് 6-നാണ് ദക്ഷിണ ഗസ മുനമ്പിലുള്ള റഫയിൽ ഇസ്രായേൽ കരയാക്രമണം ആരംഭിച്ചത്. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ സകലതും നഷ്ടപ്പെട്ട് അഭയം തേടിയെത്തിയവരായിരുന്നു റഫയിലെ ഭൂരിഭാഗവും. 15 ലക്ഷത്തോളം ഫലസ്തീനികളാണ് ഇവിടെ താൽക്കാലിക അഭയ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞിരുന്നത്. പിന്നീടാണ് റഫയിൽ ആക്രമണവുമായി സയനിസ്റ്റ് സേന രംഗത്തെത്തിയത്. ഇതോടെ ഇവിടെയും രക്ഷയില്ലാതെ മറ്റു പ്രദേശങ്ങളിലേക്ക് മാറുകയാണ് ഫലസ്തീനികൾ. ഒക്ടോബർ 7-നു ശേഷം ഇസ്രായേൽ ഗസയിൽ ആരംഭിച്ച നരനായാട്ട് ഇനിയും അന്ത്യമില്ലാതെ തുടരുകയാണ്. UN രക്ഷാസമിതി അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടു പ്രമേയം പാസാക്കിയിട്ടും ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ ഒരടി പിന്നോട്ട് പോയിട്ടില്ല. ലോകരാഷ്ട്രങ്ങളുടെ എതിർപ്പുകളും അവഗണിച്ചാണ് സൈന്യം നരഹത്യ തുടരുന്നത്. 7 മാസത്തിനിടെ 35,700 ഫലസ്തീനികളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പരിക്കേറ്റവർ 80,000-ലേറെയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.